ചെയ്യൂല. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ മാസത്തിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 നിർത്താറായോ? ചിലരൊക്കെ വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുന്നു. അതിനർത്ഥം ഉസ്താദെ 11:30 എനിക്ക് മനസ്സിലായി. നിനക്ക് വാച്ച് നോക്കണം, ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പൊക്കി നോക്കി അതിനർത്ഥം അത് എനിക്ക് കാണാനുള്ളതാണ്, അത് എന്നെ കാണിക്കാൻ വേണ്ടിയാ. കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് നിർത്താം. നല്ല തണുത്ത കാറ്റടിക്കുന്നു, നിർത്താം. എനിക്ക് 2 പ്രതിഫലം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? എന്തു വേണം? എന്തോ വേണം. മലയാളം മനസ്സിലാവണില്ല. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോ എന്നുള്ളവര് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. പൈസ ചോദിക്കുമ്പോഴേ ഉഷാറ് കാണണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദിക്റ് പറഞ്ഞാൽ 1000 വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. 1000 വർഷം അല്ലാഹു ഇബാദത്ത് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരൊറ്റ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ഈ ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 വർഷത്തെ പ്രതിഫലം, 1000 വർഷത്തെ പാപവും പൊറുക്കും. അല്ലാഹു പാപം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. മലയാളം തിരിയണില്ലേ? ഇപ്പൊ ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം ചർച്ച ചെയ്യരുത്, ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, നമുക്ക് എന്താന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആര് ജയിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? പറ. ഇന്ത്യ ആര് ഭരിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? നീ ഇഷ്ടപ്പെടുന്നവൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ മരണവേദന കുറച്ചു തരുവോ? ഇല്ല. രാഷ്ട്രീയത്തിൽ ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ പറ്റത്തുള്ളൂ. വേറെ എന്തിനും പറ്റും? അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ശത്രുക്കളുടെ കയ്യിൽ ഈ രാജ്യത്തിന് നീ കൊടുക്കല്ലേ തമ്പുരാൻ. നമുക്കത്രയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇലക്ഷന് പോകുമ്പോ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇലക്ഷന് പോകുന്ന സമയത്ത് ആരാ സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം. നല്ലവൻ ആരാ, മോശക്കാരൻ ആരാ. ഒത്തു നിന്ന കൊള്ള, ഇല്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലോം പറഞ്ഞ പിന്നെ എന്നെ പൊങ്കാലയിടും. എന്റെ വാപ്പ മരിച്ച മാസം അദ്ദേഹത്തെ കബറിൽ പോലും കടത്തില്ല. അതുകൊണ്ടാണ് പറയാത്ത. എനിക്ക് ഉള്ളതങ്ങോട്ട് പച്ച മലയാളത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. ഞാൻ പിന്നെ എന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം സംഘടന ഒന്നും പറയാറില്ല. അതെനിക്കെതിരെ ഉള്ളൊരു പരാതിയാണ്. ഞാൻ സംഘടന പോലും, ഉസ്താദ് സമസ്തക്കാരന, കോട്ടയം ജില്ലയുടെ സെക്രട്ടറിയായി, എന്നാലും സമസ്ത പറയത്തില്ല. ഞാൻ പറയും, ഞാൻ ഒന്നും പറയില്ല. വയത് കേൾക്കുന്ന സമയത്ത് വയത് പറയേണ്ട സദസ്സിൽ വയത് പറയും, സംഘടന പറയേണ്ട സദസ്സിൽ സംഘടന പറയുക തന്നെ ചെയ്യും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആര് ജയിക്കണം ആര് തോക്കണം അത് വരെ നമ്മൾ ജയിക്കണം, നമ്മൾ തോക്കരുത്. നമ്മൾ ജയിക്കണമെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അല്ലാഹു ജയിപ്പിക്കുമാറാകട്ടെ. ജയിക്കൂല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. ജയിക്കൂന്ന് വെക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറയണേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആ പരീക്ഷ ജയിക്കൂലേ? പറ, ജയിക്കൂലേ? ഉറപ്പുണ്ടാ? എന്ന് കൈവക്കിക്കുക എന്റെ കൂടെ. ഈ പരീക്ഷയിലാ ജയിക്കേണ്ടത്. ഇത് A+ ഒന്നും വേണ്ടട്ടാ. ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ A+ ഒന്നും വേണ്ട. ഈ ദിക്ർ എപ്പോഴും പറഞ്ഞാൽ മതി, ജയിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കണം. ഈ മാസത്തിന് നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, 3 പ്രതിഫലം പറഞ്ഞു പിരിയാം. 3 പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം ഞാൻ പറഞ്ഞു പിരിയാം. മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ അവനല്ലാഹു അലൈഹാ സകറാത്തു